എങ്ങനെയുണ്ട് കേട്ടോ പടം? പടത്തിനെ പറ്റി മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ബിലോ ആവറേജ് എന്നോ വളരെ പുവർ എന്നോ പറയാൻ പറ്റും. ഇങ്ങനത്തെ ഒരു മൂവി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. റത്തീനയുടെ പുഴു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സിനിമ. ആ രീതിയിലൊരു ഒരു വനിതാ സംവിധായിക വളരെ ഭംഗിയായിട്ട് ചെയ്തത്, മമ്മൂട്ടിയെ കൊണ്ട് അഭിനയിപ്പിച്ച്, മമ്മൂട്ടി ആ കഥ കേട്ടിട്ട് ഇൻട്രസ്റ്റ് ആയിട്ടാണ് ആ ഫിലിം ചെയ്തത്. അതിൻ്റെ ഒന്നും 7 അയലത്തോ 100 അയലത്തോ എത്തില്ല ഈ സിനിമ. കാരണം ഇതിലെ കുറേ യാന്ത്രികമായിട്ടുള്ള സംഭാഷണവും അതിനാടകീയതയും, പിന്നെ ഈ പറഞ്ഞ പോലെ അഭിനേതാക്കളുടെ എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ നവ്യ കുറച്ച് ഓവർ ആക്ടിങ് ആയിരുന്നു ഈ സിനിമയിൽ. പോലീസ് കഥാപാത്രമായിട്ടാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ സംവിധായിക പറഞ്ഞു കൊടുത്ത അനുസരിച്ച് ആയിരിക്കാം ആ കഥാപാത്രത്തിന് അവരങ്ങനെയൊക്കെ എക്സ്പ്രഷൻ കൊടുത്തത്. പക്ഷെ അത് കഥയ്ക്ക് നെഗറ്റീവായിട്ട് ബാധിച്ചു. ഒരു വളരെ മോശം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു തരം ഒരു ത്രില്ലർ എടുക്കാൻ ശ്രമിച്ച് ഒരു ത്രില്ലറായിട്ട് നമുക്ക് ഒരു ഘട്ടത്തിലും ഈ സിനിമ ഒരു ത്രില്ലറായിട്ട് തോന്നില്ല. അടുത്ത് എന്ത് അല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് ഒരു സെക്കൻഡിൽ നമ്മൾ അതിനൊരു ചിന്ത ഉണ്ടാക്കാത്ത പോയ ഒരു പാളിപ്പോയ സിനിമ എന്ന് വേണമെങ്കിൽ പറയാം.